നിങ്ങൾ ഈ കാണുന്നതാണ് വാക്കേൽ പാലം. ഇന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി വാക്കേൽ പാലം ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ശ്രീ AM ആരിഫ് MPയും ശ്രീമതി ദലീമ MLA ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷയായിരുന്നു. 2019 സെപ്റ്റംബർ 6-ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ശ്രീ G സുധാകരൻ അവറുകളാണ് പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. മുൻപ് വാക്കേ പാലത്തെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ രാത്രി കാഴ്ചകളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. പാലം വിവിധ വർണ്ണത്തിലുള്ള ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൽ തിരക്കുകളൊന്നുമില്ല. അങ്ങിങ്ങ് ചില ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരു ചടങ്ങെന്ന രീതിയിൽ പാലത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തിയെന്നേ ഉള്ളൂ. നിർമ്മാണം കഴിഞ്ഞത് മുതൽ വാഹനങ്ങളും കാൽനടക്കാരും യഥേഷ്ടം ഇതിലൂടെ സഞ്ചരിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനവരെ അനുവദിച്ചിരുന്നു. അത് നല്ലൊരു തീരുമാനമാണെന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിക്കുന്ന പാലങ്ങളും മറ്റ് നിർമ്മിതികളും മന്ത്രിമാരുടെയും മറ്റും സമയത്തിനും സൗകര്യത്തിനും വേണ്ടി അടച്ചുപൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നിർമ്മാണം കഴിഞ്ഞാൽ തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന അഴീക്കൽ ബീച്ച് ഇവിടെ അടുത്താണ്. തുറവൂരിനും വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അഴീക്കൽ ബീച്ചിൽ എത്തിച്ചേരാൻ ഈ പാലത്തിലൂടെയുള്ള യാത്ര എളുപ്പവഴിയാണ്. തുറവൂർ ജംഗ്ഷനിൽ നിന്ന് ഉദ്ദേശം 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാക്കേൽ പാലത്തിൽ എത്തിച്ചേരാൻ കഴിയും. എരമല്ലൂർ, എഴുവന്ന, ചാവടി വഴിയും വാക്കേ പാലത്തിൽ എത്തിച്ചേരാൻ കഴിയും. വാക്കേ പാലത്തിൽ നിന്ന് നോക്കിയാൽ വിശാലമായ നെൽവയലുകളുടെ നല്ലൊരു വ്യൂ ലഭിക്കും. ഇപ്പോൾ വയലിൽ നെൽകൃഷിയൊന്നുമില്ല. എങ്കിലും ദേശാടന പക്ഷികളടക്കമുള്ള വിവിധയിനം പക്ഷികളുടെ സങ്കേതമാണ് ഈ കരിനിലങ്ങൾ. ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ടിൽ 125 രാജ്യങ്ങളിൽ 111 സ്ഥാനത്താണ് ഇന്ത്യ. ആഗോള പട്ടിണിയുടെ തോത് ഗുരുതരമായത് എന്ന് വിശേഷിപ്പിച്ച 40 രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ആയിരക്കണക്കിന് ഏക്കർ നെൽവയലുകൾ തരിച്ചിട്ടിരിക്കുന്നത് എന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും ജനങ്ങളുടെ ക്ഷേമത്തിൽ, പുരോഗതിയിൽ എത്രമാത്രം താല്പര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചാവടിയിൽ നിന്ന് ഉദ്ദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ പള്ളിത്തോട് പാലത്തിൽ എത്തിച്ചേരാൻ കഴിയും. രാവിലെ 8 മണിയോടെ ഇവിടെ എത്തിയാൽ പള്ളിത്തോട് പാലത്തിന് സമീപത്തായി അനവധി ലോക്കൽ ഫിഷ് മാർക്കറ്റുകൾ കാണാൻ കഴിയും. ഫ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല പിടയ്ക്കുന്ന മീനുകളെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ലേലത്തിൽ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ മറക്കാതെ എത്രയും വേഗം വരിക. വാക്കയിൽ പാലവും കാണാം, പിടയ്ക്കുന്ന മീനും വാങ്ങിക്കാം. വീഡിയോ തുടർന്ന് അവസാനം വരെ കാണുക. സുഹൃത്ത് രൺദീപാണ്. രൺദീപിൻ്റെ വാഹനത്തിലാണ് ഇവിടേക്ക് വന്നത്.
നല്ല ഇഷ്ടപ്പെട്ടോ? എന്താ പേര്? എത്രയില പഠിക്കുന്നു? 5ല്. ഞങ്ങൾ നേരത്തെ ഇവിടെ കൂടെ ആണോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.